ഹായ് ഹലോ. നല്ല കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും സ്പെഷ്യലും ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നത് കേട്ടോ. സ്കൂൾ തുടങ്ങി അന്ന് തന്നെ തുടങ്ങി സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ടാണ് ക്ലാസ്സിൽ നിന്ന് വരുന്നത്. അപ്പോഴാണ് ഓർത്തത് കുറച്ച് ബീഫ് വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേ പിന്നെ അതെടുത്തങ്ങ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വേഗം തന്നെ എഴുന്നേറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ പുഴുങ്ങാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സവാള 2 സവാള ഞാനിതുപോലെ ചെറുതായിട്ട് പൊടി പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ബ്രെഡ് ക്രംസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചതാണ്, പിന്നെ പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ നമ്മൾ ബീഫ് അതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മുട്ട എടുത്ത് അതുപോലെ ബീറ്റ് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ട് റെഡിയാക്കാനുള്ള ചീനച്ചട്ടി ഒന്ന് ഒഴിച്ചെടുക്കണമല്ലോ. അപ്പോൾ രാവിലത്തെ ക്യാബേജ് തോരനായിരുന്നേ, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഞാൻ വേഗം പകർത്തിയെടുത്തു. അതിനുശേഷം പാത്രം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ചീനച്ചട്ടിയൊക്കെ കഴുകിയെടുത്തു. അതിലേക്ക് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പേസ്റ്റ് അല്ല ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഗരം മസാല, പിന്നെ നമ്മുടെ മുളക് പൊടി, ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതൊക്കെ ഒന്ന് ഉടച്ച് ചേർത്തിട്ടുണ്ട്. അതിന് കൂടാതെ നമ്മുടെ ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് അങ്ങ് റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ചായക്ക് വെച്ചു. ചായയൊക്കെ തിളച്ച് കിട്ടി. നമ്മുടെ കൂട്ടൊക്കെ ചൂടാറി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഷേപ്പിലാക്കി എടുത്തു. അപ്പോഴത്തേക്കും എത്തിയ നമ്മുടെ കുട്ടിപ്പട്ടാളം. അപ്പോൾ ആമി സ്മെല്ലടിച്ചാണ് വന്നത്. എന്താണ് സ്പെഷ്യലെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാനത് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസും കൂടി ഒന്ന് മുക്കിയെടുത്തിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കട്ട്ലറ്റ് ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ചായയൊക്കെ എടുത്ത് റെഡിയായിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ നമ്മുടെ ബീഫ് കട്ട്ലറ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ സ്പെഷ്യലും ചോദിച്ച് വരുന്ന നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഓക്കെ, ബൈ ബൈ, സി യു. വീണ്ടും